ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇൻഡയറക്ട്ലി ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഓൺ ദ എഡ്ജ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ, ഒന്നല്ല 2-3 വീഡിയോസ് എന്റെ മറ്റേ യൂട്യൂബ് ചാനലായ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടന്റും ഇത് തന്നെയാണ്. അപ്പൊ അതാണ് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലായിട്ട് വന്നേക്കുന്നത്. ഈ ഓൺ ദ എഡ്ജ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ വെസ്റ്റ് ഏഷ്യയിലെ പ്രോബ്ലംസിനെ കുറിച്ചാണ്. വെസ്റ്റ് ഏഷ്യയിലെ മെയിൻ പ്രോബ്ലംസ് ഇവിടെ ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാവും. ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ ചാനലിലെ ലേറ്റസ്റ്റ് 2 വീഡിയോസ്, അതിൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാതിരിക്കുക ചെയ്യുക. ഈ എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇതില് വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇസ്രായേല് ആക്ച്വലി ഗാസയിൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗാസയിൽ അറ്റാക്സ് അവസാനിപ്പിച്ചിട്ട് അവരുടെ കുറച്ച് ഹോസ്റ്റേജസ് ഒക്കെ ഉണ്ട്, ബന്ദികളൊക്കെ ഉണ്ട് ഹമാസിന്റെ കയ്യിൽ. അവരെയൊക്കെ തിരിച്ചു പിടിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഖത്തറിൽ ഒരു പീസ് പ്രോസസ് ആയിട്ട് നടക്കുന്നുണ്ട്, അമേരിക്കയുടെയും ഖത്തറിന്റെയൊക്കെ നേതൃത്വത്തിൽ. പക്ഷെ അതിനെയൊക്കെ ഡീറെയിൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധത്തിൽ ചില ഡിസിസീവ് മൂവ്മെന്റ്സ് നടത്തുകയാണ്. അപ്പൊ അതില് 2-3 ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഹൂദീസ് എന്ന് പറയുന്ന സംഘടന ഇറാന്റെ നേതൃത്വത്തിൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കുറെ സംഘടനകളുണ്ട്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഷിയ മുസ്ലിം മിലിഷ്യസ് ആണ് മിക്കതും. അതിൽ ഒരെണ്ണമാണ് ഹമാസ്, വേറൊരെണ്ണമാണ് ഈ ഹൂദീസ് എന്ന് പറയുന്നത്, വേറൊരെണ്ണം ലെബനനിലെ ഹിസ്ബുള്ളയാണ്. അങ്ങനെ 3-4 ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ട ഫണ്ടിങ്ങും ഒക്കെ ഇറാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഹമാസ് ആയിട്ട് യുദ്ധം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൽ ഞാൻ പറഞ്ഞ ഈ പേരുകാരെ ഓരോരുത്തരും ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഹിസ്ബുള്ള ലെബനനിൽ നിന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഹൂദീസ് റെഡ് സീ ബേസ് ചെയ്ത് ഇസ്രായേലി ബൗണ്ട് ആയിട്ടുള്ള ഷിപ്പുകളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹമാസും ഇസ്രായേലായിട്ട് വാർ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഇസ്രായേലില് എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാല്, ജൂലൈ 20 ഹൂദീസിന്റെ യമനിലാണ് ഹൂദീസ് ഭരിക്കുന്നത്. യമൻ ഫുൾ അല്ല, യമന്റെ മിക്കവാറും മേഖലകളൊക്കെ ഹൂദീസാ ഭരിക്കുന്നത്. യമനിനെ അറ്റാക്ക് ചെയ്യാണ് ജൂലൈ 20. ആ അറ്റാക്കിൽ ഹൂദീസിന് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഡാമേജസ് ഉണ്ടാക്കാൻ ഇസ്രായേലിന് പറ്റി. അത് കഴിഞ്ഞ് ജൂലൈ 30 അതിനു മുമ്പായിട്ടൊരു സംഭവം ഉണ്ടായത് അതും കൂടെ പറഞ്ഞാൽ ഇത് പൂർണ്ണമാവുള്ളൂ. ജൂലൈ എക്സാക്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ജൂലൈ 20-ക്കും 30-ക്കും ഇടയ്ക്കുള്ള ഒരു ഡേറ്റില് ഇസ്രായേല് ഒക്യുപ്പൈ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് കുന്നുകളുണ്ട്. അതിന് ഗൊലാൻ ഹൈറ്റ്സ് എന്ന് പറയും. ഈ ഗൊലാൻ ഹൈറ്റ്സില് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് കുട്ടികള് ഈ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് അറ്റാക്കിൽ മരിക്കുകയാണ്. അപ്പൊ അതിന് തിരിച്ച് പ്രതികാരം എന്നുള്ള രീതിയിൽ ഹിസ്ബുള്ളയെ അവർ അറ്റാക്ക് ചെയ്യാണ്. ആരാണ്? ഇസ്രായേൽ. ഈ ജൂലൈ 30-ക്കാണ് ഈ അറ്റാക്ക് നടക്കുന്നത്. ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്തിട്ട് ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡേഴ്സിൽ ഒരാളായ ഫൗദ് ഷുക്കൂറിനെ കില്ല് ചെയ്യാണ്. ഫൗദ് ഷുക്കൂർ ഫസ്റ്റ് സെന്റൻസ് തന്നെയുണ്ട്. ഇതേ ദിവസം ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ഹമാസിന്റെ പൊളിറ്റിക്കൽ വിങ്ങിന്റെ ലീഡറായ ഇസ്മായിൽ ഖാനിയെയും അവർ കില്ല് ചെയ്യണം. അവരാണ് കില്ല് ചെയ്യുന്ന അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് അവരായിരിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇതൊക്കെ അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇനി ഇറാന് ഡയറക്ട്ലി ഇസ്രായേൽ അങ്ങനെ അറ്റാക്ക് ചെയ്യാറില്ല, പക്ഷെ ഇറാന്റെ അസറ്റ്സിനെ അവർ അറ്റാക്ക് ചെയ്യാറുണ്ട്. ഇറാന്റെ സിറിയയുടെ ക്യാപിറ്റലായ ഡമാസ്കസിലുള്ള ഇറാന്റെ എംബസിയെ ഇസ്രായേൽ ഏപ്രിലിൽ അറ്റാക്ക് ചെയ്തിരുന്നു. ആ അറ്റാക്കിൽ കുറച്ച് അവരുടെ ടോപ്പ് കമാൻഡേഴ്സ് ഒക്കെ മരിക്കുകയാണ്. അതിന്റെ റീറ്റാലിയേഷൻ ഇസ്രായേൽ ചെയ്തിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തിരിച്ച് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. പക്ഷെ ആ അറ്റാക്കിൽ ഇസ്രായേലിന്റെ ഭയങ്കര ഫെയിംഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, അയൺ ഡോം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അയൺ ഡോം. ആ അയൺ ഡോമും അമേരിക്കയുടെ സഹായവും ഒക്കെ കൊണ്ട് ഈ ഒറ്റ റോക്കറ്റ്സും അല്ലെങ്കിൽ മിസൈൽസ് ഒക്കെ ഇസ്രായേലിനെ ഡയറക്ട് ചെയ്ത് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ഈ ആക്രമണം തടുക്കാൻ അവർക്ക് പറ്റി. അവർക്ക് വലിയ ഡാമേജ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഇപ്പൊ ഇത്രയൊക്കെ ഞാൻ പറയാൻ കാര്യം, ഇറാനിന് അവരുടെ ഡമാസ്കസിലുള്ള അവരുടെ എംബസി അറ്റാക്ക് ചെയ്തപ്പോൾ തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യാണ് അവര്. അപ്പൊ ഈ സ്വാഭാവികമായിട്ട് ഇറാന്റെ ഗസ്റ്റ് ആയിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ. സ്വാഭാവികമായിട്ട് ഇറാന്റെ ഗസ്റ്റ് ആണ്. അപ്പൊ ഇറാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനായ ഹമാസിന്റെ ലീഡറുമായി ഇസ്മായിൽ ഖാനിയെ കില്ല് ചെയ്യപ്പെടുമ്പോൾ ഇറാന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇറാന്റെ സുപ്രീം ലീഡറായ അയത്തുള്ള അലി ഖമേനി തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ ഓർഡർ ഇട്ട് കഴിഞ്ഞു. സോ ദേ വിൽ അറ്റാക്ക് ഇസ്രായേൽ അറ്റ് എനി ടൈം. So what will be the price the world will pay for such an attack?
definitely there will be an escalation of war, and direct confrontation between Israel and Iran will be inevitable in the instance of such an attack by Iran on Israeli soil. അപ്പം അതൊരു ഫുൾ ഫ്ലഡ്ജഡ് വാർ ആയിട്ട് മാറും. അത് മൊത്തം വെസ്റ്റ് ഏഷ്യയുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. ദാറ്റ് വിൽ ഓൾസോ അഫക്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ നെയ്ബറിംഗ് റീജിയൻസ്, ആൻഡ് അവർ global economic position will also be under severe stress because of the rising petroleum price and all, because West Asia is one of the largest producers of gas and oil in the world. ഇന്ത്യക്ക് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അത് ഈ പറയുന്നില്ല, ഞാൻ അതിൻ്റെ ഒരു ഡയറക്റ്റ് കോൺസിക്വൻസ് ഞാൻ പറഞ്ഞതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഈ പീസ് പ്രോസസ് ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഇത്തരം നടപടിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആ പീസ് പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് തകിടം മറിയും. പക്ഷേ ഇത് ഭാവിയിൽ ഇസ്രായേലിന് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ട് വരും. കാരണം വെച്ചാല് ഒന്നാമത്തെ കാര്യം, ഈ ഇസ്മായിൽ ഖാനി ആക്ച്വലി ഹമാസിന്റെ അത്യാവശ്യം ഒരു മോഡറേറ്റ് ഫേസ് ആയിരുന്നു. അപ്പൊ ഇനി കൂടുതൽ എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരാണ് എന്റെ തലപ്പത്തേക്ക് വരുന്നത്, കൂടുതൽ പ്രോബ്ലമാറ്റിക് ആവാനേ സാധ്യതയുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നേക്കാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ഇസ്രായേലും ഇറാനും തമ്മിലൊരു വാർ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് യു എസിനും അതിൽ എൻഗേജ് ചെയ്യേണ്ടി വരും. ഇറാൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് കൊടുക്കാൻ യു എസിനും അതിൽ ആ വാറിലേക്ക് വരേണ്ടി വരും. അപ്പൊ അത് തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്, യു എസിനെ എങ്ങനെയെങ്കിലും ഫോഴ്സ് ചെയ്ത് വാറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ യു എസ് മാക്സിമം റീസ്ട്രെയിൻ കാണിച്ചിട്ട് ഇസ്രായേലിനെയും മാക്സിമം പിന്നീട് ഈ വാറിൽ നിന്ന് പിടിച്ച് മാറ്റി നിർത്തി മൊത്തം വെസ്റ്റ് ഏഷ്യയും പിന്നീട് ഈ ഗ്ലോബൽ പീസിനെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു സമീപനമായിരിക്കണം ഇസ്രായേൽ സ്വീകരിക്കേണ്ടത്. യു എന്നിലും അത്തരത്തിലുള്ള, യു എന്നിന് പ്രത്യേകിച്ച് റോളാണ്. യു എൻ എന്തിനാണ് യുണൈറ്റഡ് നേഷൻസ്? ഓരോ രാജ്യം അവർക്ക് തോന്നുന്നതാണ് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ദർ ഈസ് നോ സ്പെസിഫിക് റോൾ യു എൻ ഈസ് playing in such kind of conflicts around the world. If you look at many conflicts happening around the world, whether it is Ukraine-Russia war or this Israel-Hamas war, and small conflicts are taking place all around the world. In Nagorno-Karabakh എന്നൊക്കെ പറഞ്ഞ റീജിയനിൽ അർമേനിയയും അസർബൈജാനും തമ്മിലൊക്കെ പ്രോബ്ലം ഉണ്ടായി. എന്നിട്ടൊക്കെ എന്താണ് യു എൻ ചെയ്തത്? യു എന്നിന്റെ റോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും യു എന്നിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്ക വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ആദ്യത്തെ എഡിറ്റോറിയൽ. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഈ ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ഇന്ത്യ ഇപ്പോ കഴിഞ്ഞ ഒളിമ്പിക്സുകളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് 2 to 3 ഒളിമ്പിക്സിൽ ഇന്ത്യ ഡിഡ്ന്റ് ഗെറ്റ് എനി മെഡൽ ഇൻ ഷൂട്ടിംഗ്. ആക്ച്വലി ഷൂട്ടിംഗ് അല്ലെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. വേൾഡ് റാങ്കിങ്ങിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരുപാട് shooters are there from India, but still India was not able to win any medals from last 3 Olympics. But this Olympics proved very promising for India, because we already got 3 medals from the shooting range, and also we missed a bronze medal by a whisker. അത് ഒരു ചെറിയ വ്യത്യാസത്തിൽ ഒരു മെഡൽ നമുക്ക് നഷ്ടപ്പെട്ടു. ഒന്നല്ല, 2 നഷ്ടപ്പെട്ടു. മനു ബാക്കർ ഒരെണ്ണത്തിൽ ലാസ്റ്റിൽ 4ാമതായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ വേറൊരു ഷൂട്ടർ 4ാമതായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഉണ്ടായിരുന്ന 5 നമുക്ക് കിട്ടേണ്ട. അപ്പൊ 3 കിട്ടിയുള്ളൂ. പക്ഷെ സ്റ്റിൽ അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് നമ്മൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആദ്യം രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ എന്ന് പറയുന്ന BJPയുടെ പൊളിറ്റീഷ്യൻ, നരേന്ദ്രമോദി മിനിസ്ട്രിയിൽ എനിക്കൊന്ന് മിനിസ്റ്ററൊക്കെ ആയിരുന്നു മുമ്പ്. 2004 അദ്ദേഹം ഏതൻസ് ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടിക്കൊണ്ടാണ് ആദ്യമായിട്ട് ഷൂട്ടിംഗ് ഇന്ത്യക്ക് മെഡൽ കിട്ടുന്നത്. അപ്പോഴാണ് 2008 അഭിനവ് ബിന്ദ്ര ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡലും ഷൂട്ടിംഗിൽ നേടിയാണ്. അത് ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ നിന്നാണ്. പിന്നീട് ഗഗൻ നാരങ്ങും വിജയ് കുമാറും ഗഗൻ നാരങ്ങും വിജയ് കുമാറും ഒക്കെ ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്നു. അതിനുശേഷം വന്ന ഒളിമ്പിക്സുകളിൽ ഒന്നിലും തന്നെ റിയോ ഒളിമ്പിക്സിലോ ടോക്കിയോ ഒളിമ്പിക്സിലോ ഒന്നും മെഡൽ നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ ഇപ്രാവശ്യത്തെ സ്റ്റാർ പെർഫോമറായ മനു ബാക്കറിന് പിസ്റ്റൽ മാൽഫങ്ഷനിങ് വന്നവർക്ക് മുന്നിൽ നിന്നിട്ട് പോലും പിന്മാറേണ്ടി വന്നു. അങ്ങനെ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയി പോയ ഒരു ചരിത്രവും ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇന്ത്യ മാറിയിരിക്കുന്നു. 22 വയസ്സ് മാത്രമുള്ള മനു ബാക്കർ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന, ഷൂട്ടിംഗിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന വുമനാവുന്നു. രണ്ടാമത് അവർ വീണ്ടും ഒരു മെഡലും കൂടെ നേടിയിട്ട് അവര് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ 2 മെഡൽ, ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആളായിട്ട് അവര് മാറുന്നു. അപ്പോ
ഒരു ഹാട്രിക് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. 25 മീറ്റർ പിസ്റ്റൽ ഫൈനലിൽ അവർ പക്ഷെ 4ാമത് ഫിനിഷ് ചെയ്തു. അത് ഞാൻ കണ്ടു ലൈവായിട്ട്. ചെറിയ വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ വീണ്ടും ഒരു ഷൂട്ടിംഗ് എന്ന മെഡലോട് നമുക്ക് കിട്ടായിരുന്നു. പിന്നെ അപ്പൊ ഇന്ത്യ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഗെയിമില് ഇന്ത്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര വലിയ അഡ്വാൻസ്മെന്റ് ആണ് ഈ മനു ഭാക്കറിന്റെ ഒക്കെ പെർഫോമൻസ് ചെയ്യുന്നത്. മറ്റു താരങ്ങളും പെർഫോം ചെയ്തു. 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത 1-2 പേരുണ്ട്. അത് വലിയതല്ലേ? നമ്മള് ചെറിയ വ്യത്യാസത്തിൽ നമുക്ക് ബ്രോൺസ് മെഡൽ നഷ്ടപ്പെടുന്നേ ഉള്ളൂ. അപ്പൊ ഇതിനൊരു കാര്യം, നമുക്ക് ഇന്ത്യക്ക് വളരെ വളരെ ഈ ഒരു ത്രസ്റ്റ് ഈ മേഖലയിൽ കൊടുത്താൽ നമുക്ക് ഈ ഒളിമ്പിക്സിലെ അത്ലറ്റിക്സിൽ നിന്നൊക്കെ വലിയ മെഡൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. കാര്യം ഇപ്പം നീരജ് ചോപ്രയ്ക്ക് കിട്ടുന്നുണ്ട്, അത് ജാവലിൻ പോലുള്ള സംഭവം. ഷോർട്ട് പുട്ടിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നേടാം. പക്ഷെ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങിലും ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഷോർട്ട് ഡിസ്റ്റൻസ് റണ്ണിങ്ങിൽ, അതായത് 100 മീറ്റേഴ്സ് 200 മീറ്റേഴ്സ് ഇതുപോലുള്ള സ്പ്രിന്റ് ഐറ്റംസിൽ ഇന്ത്യക്കാരുടെ ഫിസിക് ഒരിക്കലും അമേരിക്കയിലെയോ യൂറോപ്പിലെയോ ഒക്കെ കറുത്തവർഗക്കാരുടെ ഫിസിക്കിന് സമാനമല്ല. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് മെഡൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ത്യയെക്കാളും വളരെ വളരെ സ്പോർട്സിൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വലിയ പ്രോഗ്രസ് ഉണ്ടാക്കി ചൈനയ്ക്ക് പോലും അത്ലറ്റിക്സിൽ വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. ചൈനയ്ക്ക് എങ്ങനെയാണ് മെഡൽ വിൻ ചെയ്യുന്നത്? അവർ ബാഡ്മിന്റണിൽ ഒരുപാട് മെഡൽ വിൻ ചെയ്യും, ടേബിൾ ടെന്നീസിൽ ഒരുപാട് മെഡൽ വിൻ ചെയ്യും, സ്വിമ്മിങ്ങിൽ പറ്റാത്തവർ ഡൈവിംഗിൽ മെഡൽ വിൻ ചെയ്യും, ജിംനാസ്റ്റിക്സിൽ മെഡൽ വിൻ ചെയ്യും, ഷൂട്ടിങ്ങിൽ മെഡൽ വിൻ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഇവന്റ്സിൽ നമുക്ക് വിൻ ചെയ്യാമല്ലോ. ഇപ്പൊ നമ്മൾ പതുക്കെ അതിലൊക്കെ ഫോക്കസ് ചെയ്ത് തുടങ്ങി. അപ്പൊ നമുക്ക് ഈ ഷൂട്ടിങ്ങിലും ടേബിൾ ടെന്നീസിലൊക്കെ നമ്മളുടെ പേഷ്യൻസ്, ഡിറ്റർമിനേഷൻ, അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പം അത് നമുക്ക് ഇന്ത്യക്കാർക്ക് അതുണ്ട്, അല്ലെങ്കിൽ അത് ഇനിയും ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ളൊരു നമ്മളുടെ ഒരു ആസ്പെക്ടിനൊക്കെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പം ഇതിലെ പഴയ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കുറച്ച് ഷൂട്ടേഴ്സിന്റെ ഒക്കെ പേര് പറയുന്നുണ്ട്. അവരെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്താണ് മനു ഭാക്കറൊക്കെ കയറി വന്നതെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഷൂട്ടിംഗ് ഇന്ത്യയിൽ വളരെ വലിയൊരു നല്ലൊരു സിസ്റ്റം ഉണ്ട്, നല്ല സിസ്റ്റമാറ്റിക് സപ്പോർട്ടും ഷൂട്ടിങ്ങിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മനു ഭാക്കറിന്റെ കോച്ചിന്റെ പേരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ വേണ്ട, ഹാൻഡ്, ഷാർപ്പ് ഐ ആൻഡ് സെൻമൻ. ഹാൻഡിന്റെയും ഐയുടെയും കോർഡിനേഷനും പിന്നെ ഒരു സെൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുന്ന ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ഷൂട്ടിങ്ങിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോ അതൊക്കെയാ പറയുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സത്യത്തിൽ ഇന്ത്യക്ക് ഈ ഒളിമ്പിക്സിൽ 10 ബ്രോൺസ് മെഡലുകൾ കിട്ടേണ്ടായിരുന്നു. കാര്യം നമുക്ക് 3-4 ഐറ്റംസ്, എനിക്കൊന്ന് ഷൂട്ടിങ്ങിൽ തന്നെ 2-3 നഷ്ടപ്പെട്ടു പോയി 4th പൊസിഷനിലൊക്കെ. അതുപോലെ ആർച്ചറിയിൽ ഇന്നലെ ലക്ഷ്യ സെൻ ഇന്നലെ ബാഡ്മിന്റണിൽ സെമി ഫൈനലിൽ തോറ്റുപോയി. അതിലൊക്കെ മുന്നിട്ട് നിന്നിട്ടാണ് തോറ്റുപോയത്. അപ്പോൾ കുറെ മെഡൽസ് അങ്ങനെ നഷ്ടപ്പെട്ടു. ആർച്ചറിയിലൊക്കെ മെഡൽ നഷ്ടപ്പെട്ടതിന്റെ കാര്യമൊക്കെ ഇവിടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയാനുള്ളത്. പിന്നെ ഈ എഡിറ്റോറിയൽ, ഈ ആർട്ടിക്കിൾ നിങ്ങൾ വായിക്കുക വേണ്ടത് സോഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് സ്പെക്കുലേഷൻ. ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമല്ല. സ്റ്റോക്ക് മാർക്കറ്റിലെ സ്പെക്കുലേഷൻ ഗാംബ്ലിംഗ് ആണ് എന്നാണ് പലരും പറയുന്നത്. നമ്മളിപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അത് മെയിൻലി ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള സംഭവമായിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഈ ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനെയും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനെയും ഗവൺമെന്റ് ഭയങ്കരമായിട്ട് ടാക്സ് ചെയ്യുന്നുണ്ട്. ഈ ടാക്സ് ചെയ്യുന്നതിനുള്ള റീസൺ ഇപ്പൊ ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറിയെ TV സോമനാഥൻ, പേര് പഠിച്ചു വെച്ചാൽ ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറിയുടെ പേര് എന്താണ്? TV സോമനാഥൻ. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, സിൻസ് a lot of Indians are gaining this capital gain, there is room for still increase of this capital gain tax എന്നാണ്. അപ്പൊ ഇതിന്റെ ഓതർ പറഞ്ഞേക്കുന്നത് ക്യാപിറ്റൽ ഗെയിന് ടാക്സ് ഇത്രയും കൂട്ടാൻ കാരണം എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഗാംബ്ലിംഗ് ബിസിനസ് ആണെന്ന് കണ്ടിട്ട് ആ ഒരു രീതിയിലാണ്. അപ്പൊ ഗാംബ്ലിംഗ് പോലുള്ള സംഭവങ്ങൾ എപ്പോഴും ടാക്സ് കൂടുതലായിരിക്കും. പക്ഷെ ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതിൽ നിന്നുണ്ടാകുന്ന ഗെയിൻ ഒരിക്കലും ഒരു ഗാംബ്ലിംഗ് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണിത്. നമുക്കത് അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല. കാര്യം നമുക്ക് നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര വലിയ കാര്യമൊന്നുമില്ലത്. ഓക്കെ, അപ്പൊ എന്തായാലും ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും ഇൻഡെക്സേഷൻ എന്ന് പറയുന്ന സംഭവം. ഇൻഡെക്സേഷൻ, ഈ ഇൻഡെക്സേഷനെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാൻഡ് ഒക്കെ വാങ്ങി മിക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിലൊക്കെ ഇപ്പൊ കുറെ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ എന്താണ് ഞാൻ പറഞ്ഞുതരാം. 100 രൂപയ്ക്ക് ഞാൻ ഒരു സാധനം വാങ്ങി 250 റുപ്പീസിന് ഞാൻ വിറ്റു. ഇത് ഒരു വർഷത്തിൽ കൂടുതൽ ഞാൻ കൈ വെച്ചിട്ടാണ് ഇത് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരും. അപ്പം 150 റുപ്പീസ് ആണ് എന്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതിന്റെ ഇപ്പോഴത്തെ ടാക്സ് അതിന്റെ 12.5% ഞാൻ പേ ചെയ്യണം. ഈ 150 റുപ്പീസ് ഗെയിന്റെ അതാണ് 12.5% ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ബഡ്ജറ്റിലെ പുതിയ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് 100 രൂപയ്ക്ക് വാങ്ങിയത് 250 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ, അപ്പൊ അത് 1 ഇയർ കൂടുതലാണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും, 1 ഇയർ താഴെയാണെങ്കിൽ അത് കൈ വെച്ചേക്കുന്ന 1 ഇയർ താഴെയാണെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമാണ്.
അപ്പൊ ഈ ക്യാപിറ്റൽ ഗെയിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 12.5% ആയിരുന്നു. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളണം. 12.5% കൊടുക്കണം. പക്ഷെ ഇതൊരു വസ്തുവാണെന്ന് കരുതിക്കുക. ഇതിപ്പോ ഷെയറിലൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ അതൊരു വസ്തുവാണെങ്കിൽ ഞാൻ 100 രൂപയ്ക്ക് മേടിച്ചു, 250 രൂപയ്ക്ക് വിറ്റു, 150 രൂപ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. പക്ഷെ ഈ 150 രൂപ ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സ് ഞാൻ കൊടുക്കണ്ട. അതിന്റെ കാര്യം ഇതിപ്പോ ഞാൻ 2010 വാങ്ങിയത് കരുതിക്കോ. ഞാൻ ഇത് വെക്കുന്ന 2020 ലാൻഡ് ഒക്കെ നമ്മൾ കുറെ കാലം വെച്ചിട്ടായിരിക്കും വിൽക്കുന്നത്. അപ്പം ഇവർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ 2020 ഞാൻ 250 റുപ്പീസിന് വിറ്റു, 2010 ഞാൻ 200 റുപ്പീസിന് വാങ്ങിയപ്പോൾ 150 റുപ്പീസ് ക്യാപിറ്റൽ ഗെയിൻ. പക്ഷെ ആ 150 റുപ്പീസ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എടുക്കാതെ ഇൻഡെക്സേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യും. അതായത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞാൻ ഈ 100 രൂപയ്ക്ക് അന്ന് വാങ്ങിയ സാധനം ഇന്ന് സെല് ചെയ്യുമ്പോൾ ഇതിന്റെ വില എത്രയായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഉണ്ട്. അത് ഇൻകം ടാക്സ് അതോറിറ്റീസ് കൊടുത്തിട്ടുള്ള ഇൻഫ്ലേഷൻ ഇൻഡെക്സിങ്ങിന്റെ കുറെ വാല്യൂസ് ഉണ്ട്. അത് വെച്ചാണ് ഇത് ഇപ്പോഴത്തെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ 100 രൂപയ്ക്ക് അന്ന് വാങ്ങിയത് ഇന്നാണ് ഞാൻ വാങ്ങിയിരുന്നെങ്കിൽ എത്ര രൂപ ആവുന്ന കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 200 രൂപ വരുമെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ എന്റെ ക്യാപിറ്റൽ ഗെയിൻ 250. ഇപ്പൊ ഞാൻ വിൽക്കുന്ന 250 രൂപയ്ക്ക് എനിക്ക് 50 രൂപ ക്യാപിറ്റൽ ഗെയിനേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ? അതായത് ഞാൻ ഇൻഫ്ലേഷൻ ഇൻഡെക്സിങ്ങും കൂടെ നടത്തുമ്പോൾ അതിന് എക്സാക്ട് ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുല വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയ അന്നത്തെ സാധനം ഇന്ന് അത് വാങ്ങിയിരുന്നെങ്കിൽ ഇൻഫ്ലേഷൻ മൂലം അതെനിക്ക് 200 രൂപ കണ്ടെത്തും. അല്ലെങ്കിൽ ഒരു വലിയ വാല്യൂ ആയിരിക്കും എന്തായാലും. അതിന്റെ കൂടെ എത്ര ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയെന്നേ നോക്കുള്ളൂ. അപ്പം 200 രൂപയാണ് ഇപ്പൊ ഇത് വാങ്ങാനാവുന്നെങ്കിൽ ഇപ്പൊ 250 രൂപ വിറ്റ് 50 രൂപയുള്ള ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ ഞാൻ 50 രൂപ ടാക്സ് കൊടുത്താൽ മതി, LTCG കൊടുത്താൽ മതി, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അതിനാണ് ഈ ഇൻഫ്ലേഷൻ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് എടുത്ത് കളന്നു തോന്നുന്നു ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ. കാര്യം നമുക്ക് നല്ലതായിരുന്നു, നമുക്ക് കുറച്ച് കൊടുത്താൽ മതിയായിരുന്നു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഈ ആർട്ടിക്കിൾ. ഇത് അത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കാം. ഇവിടെ അതുപോലൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് യഥാർത്ഥത്തിൽ വിമൻ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നതാണ്, വിമൻ എംപവർമെന്റിനെ കുറിച്ചൊക്കെ പറയുന്നതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ വായിക്കാം. പക്ഷെ അതിലും കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. കണ്ട, ആ പേര് തന്നെ ഉണ്ട്, ദി ഇഷ്യൂ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വയലൻസ് ആൻഡ് ഹൗ ടു അഡ്രസ് ഇറ്റ്. അതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. വേറൊന്നുമല്ല, ഇപ്പൊ നമ്മള് സ്ത്രീകളൊക്കെ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ നേരിടാറുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ. അപ്പൊ അതൊരു വീട്ടിന്റെ അകത്ത് നടക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള സംഭവം അവരെ പാർട്ട്ണറിൽ നിന്നൊക്കെ ആയിരിക്കും. മിക്കവാറും ഇന്ത്യയിലെ 50% കൂടുതൽ വിമനും പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യയിലെ ഡിവോഴ്സ് റേറ്റ് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ലോവസ്റ്റ് ആണ്. വെറും 1% ആൾക്കാർ മാത്രമേ ഡിവോഴ്സിൽ പെടുന്നുള്ളൂ. സത്യത്തില് ആ ഒരു ഫിഗർ വലുതാവേണ്ടതല്ലേ? കാര്യം 50% കൂടുതൽ സ്ത്രീകളും പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഡിവോഴ്സ് 1% ആവേണ്ടതല്ലല്ലോ. ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷെ സ്റ്റിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം ഒരാളുടെ മറ്റൊരാളുടെ അടിമയെന്ന് പറയല്ല, അടി കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഈ സംഭവത്തിന്റെ കാരണം ഇന്ത്യയിലെ സൊസൈറ്റിയിലെ സോഷ്യൽ സ്റ്റിഗ്മയാണ് മെയിൻലി ഡിവോഴ്സിനെ കുറിച്ചും. ചില കമ്മ്യൂണിറ്റീസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല, ഇനി ഭർത്താവ് അടിച്ചു കൊന്നാൽ. അപ്പൊ അതാണ് ഇന്ത്യയിലെ സിറ്റുവേഷൻ ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ. പക്ഷേ ഈ ഡൊമസ്റ്റിക് വയലൻസിനെക്കാളും കഷ്ടമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വയലൻസ് എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ വയലൻസിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റമോ വോട്ടേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളോ ഒരിക്കലും അവരുടെ വോയിസ് ഉയർത്തിയിട്ടില്ല. അത് ഇപ്പോഴെങ്കിലും ഉയർത്തേണ്ടതായിരുന്നു. അതിന്റെ കണക്കും പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ മൊത്തം ഇപ്പം നടന്ന ഇലക്ഷനെ കുറിച്ച് അവർ പറയുന്നത്. ഇപ്പം നടന്ന ഇലക്ഷനിൽ ഇന്ത്യയിൽ ഏതാണ്ട് 62 കോടി ആൾക്കാർ വോട്ട് ചെയ്തു. അതിന്റെ പകുതിയുള്ള സ്ത്രീകളായിരുന്നു. 62 കോടി ആൾക്കാർ വോട്ട് ചെയ്ത പകുതിയുള്ള സ്ത്രീകളായിരുന്നു. അപ്പൊ ആ സ്ത്രീകൾക്ക് വ്യക്തമായിട്ടുള്ള വോയിസ് ഉള്ള ഒരു ഇലക്ട്രൽ ഡെമോക്രസിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ആ സ്ത്രീകളോ വോട്ട് ചെയ്യുന്ന സ്ത്രീകൾക്ക് അതിനെ കുറിച്ച് ബോധമില്ല. ഇലക്റ്റഡ് ആവാൻ വേണ്ടി അവരുടെ ഇടയിൽ മത്സരിക്കുന്ന പുരുഷന്മാരോ അല്ലെങ്കിൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ത്രീകളും മത്സരിക്കുന്നുണ്ടോ? അല്ല, അവരാരും ഇതിനെക്കുറിച്ച് വോയിസ് ഉയർത്തുന്നില്ല. അങ്ങനെ വോയിസ് ഉയർത്തിയാൽ ഇത് പരിഹരിക്കാന്ന് പറഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ വയലൻസ് എന്ന് അവർ ഉദ്ദേശിച്ചത് അവർ കുറെ എക്സാമ്പിൾസ് ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരാദ്യം ആരെയായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്? പോലീസിനെ ആയിരിക്കും, പോലീസ് സ്റ്റേഷൻസിനെ ആയിരിക്കും അവർ പരാതി കൊടുക്കാനുള്ള ധൈര്യം കാണിച്ചാൽ. ആ പോലീസ് സ്റ്റേഷനുണ്ട്, അത് കഴിഞ്ഞിട്ട് ജുഡീഷ്യറി ഉണ്ട്, ഇതിനിടയിൽ വേറെ ചില സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ കാണും. ഇവരെല്ലാവരും ഈ സ്ത്രീകളെ മെന്റലി ടോർച്ചർ ചെയ്യാണ് പലപ്പോഴും ചെയ്യുന്നത്. ഈ സ്ത്രീകളോട്, ഇത്തരത്തിലുള്ള വയലൻസ് നേരിട്ട സ്ത്രീകളോട് പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു എംപതറ്റിക് ആയിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാര്യം അവരഥാർത്ഥത്തിൽ ഡിസർവ് ചെയ്യുന്ന കൊടുത്താൽ മാത്രം മതി. അതുപോലും ചെയ്യാതെ ഈ
ഇവർക്ക് മിനിമം 1 decade എങ്കിലും എടുക്കും ഇവർക്ക് ജസ്റ്റിസ് കിട്ടാൻ. നമ്മളെ അത് ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ പ്രോബ്ലം ആണത്. ഇവർക്ക് സ്ത്രീകൾക്കെന്ന് മാത്രമല്ല പുരുഷന്മാർക്ക് ഒരു കേസ് നമുക്ക് ഒരു എന്തെങ്കിലും നമ്മളൊരു കാര്യത്തിൽ അഗ്രീവ്ഡ് ആയിട്ട് നമ്മളൊരു ജുഡീഷ്യറി അപ്രോച്ച് ചെയ്താൽ മിനിമം 1 decade ആണ്. ഇതിന്റെ അകത്തൂടെ അവർ കടന്നു വന്ന മെന്റൽ ട്രോമ, അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ വയലൻസ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്, ഇപ്പൊ അവർ എക്സാമ്പിൾ പറയുന്നപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇവര് കുറച്ച് NGOസിന്റെ കാര്യമൊക്കെ പറഞ്ഞുണ്ട്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, സ്ത്രീകളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇവരുമായിട്ടൊക്കെ ഓരോരോ ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പല പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ട് പോലും ഈ സ്ത്രീ, അവരൊരു സ്ത്രീയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ സ്ത്രീയുടെ പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ ആ പോലീസ് അനുവദിക്കുന്നില്ലെന്നാണ്. അവരെങ്ങനെയെങ്കിലും പെർസ്യൂഡ് ചെയ്ത് വിഡ്രോ ചെയ്യിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്ന പോലീസ്. അപ്പൊ അങ്ങനെ പല പോലീസ് സ്റ്റേഷൻ മാറി ഇറങ്ങുമ്പോഴത്തേക്ക് അവസാനം ഒരു പോലീസ് സ്റ്റേഷൻ ചിലപ്പോൾ അവർ പറയും ഇത് ഇവിടുത്തെ ഇതിന്റെ പരിധിയിലുള്ള അല്ല, അതുകൊണ്ട് ആ കേസ് ഫയൽ ചെയ്യാൻ ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണലി ഈ ഹരാസ്മെന്റ്, അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വയലൻസ് എന്ന് ഉദ്ദേശിച്ചത്. വയലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി വയലൻസ് കാണിക്കുന്നില്ല, പക്ഷെ ഇൻഡയറക്ട്ലി അതൊരു കൈൻഡ് ഓഫ് വയലൻസ് ആണ്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റ്, ലെജിസ്ലേച്ചർ ഒക്കെ ചേർന്ന് നടപടികൾ എടുക്കണം എന്നുള്ള രീതിയിൽ. അതുപോലെ നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ കൾച്ചർ മാറുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ ബ്യൂറോക്രസിയുടെ കൾച്ചർ മാറണം, ജുഡീഷ്യറിയുടെ കൾച്ചർ മാറണം, പോലീസിന്റെ കൾച്ചർ മാറണം. ഇതൊക്കെ കൾച്ചർ മാറണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം. ആ എഡ്യൂക്കേഷൻ വഴി മാറ്റിയെടുക്കാൻ പറ്റുന്നവർ പറയുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ പറഞ്ഞേക്കുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ്. ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദാറ്റ് വാസ് എ ജസ്റ്റ് ക്യാമ്പയിൻ. അതിന്റെ കൂടെയാണ് നമ്മൾ സുകന്യ സമൃദ്ധി അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സുകന്യ സമൃദ്ധി അക്കൗണ്ട് സ്പെസിഫിക്കലി മെന്റ് ഫോർ വിമൻ, ഗേൾ ചൈൽഡ്. ഇഫ് ഐ ഹാവ് എ ഗേൾ ചൈൽഡ് ഐ ക്യാൻ സ്റ്റാർട്ട് എ സുകന്യ സമൃദ്ധി അക്കൗണ്ട് ഇൻ ഹെർ നെയിം and I can invest maximum amount of 1.5 lakhs rupees per annum in her name, and she will get that amount. Only she can withdraw that amount because I am starting the account in her name only, So after attaining age of 18, she can withdraw that amount for her higher education or any other purpose. That is a kind of women empowerment. ആ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഹൈ ഇൻട്രസ്റ്റ് റേറ്റും അതിന് ടാക്സും ഒന്നും ഇല്ല അതിന്റെ ഇൻട്രസ്റ്റിന്. അപ്പൊ അതിന്റെ കൂടെ അന്ന് തുടങ്ങിയ ഒരു സംഭവമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ വഴി ഇന്ത്യയിലെ ഗേൾ ചൈൽഡുകളുടെ സ്കൂളിലെ എൻറോൾമെന്റ് റേഷ്യോ ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയെന്ന് പറഞ്ഞത്. ഗവൺമെന്റ് ഒരു ക്യാമ്പയിനിങ് മാത്രമായിരുന്നു, ജസ്റ്റ് ഒരു അവയർനെസ് പ്രോഗ്രാം. അതുപോലെ അവയർനെസ് പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതൊക്കെയാണ് നീ പറയുന്നവർ. ഓക്കെ, വായിച്ചു നോക്കും. ഇനി അതിനടുത്ത പേജ് പോകുമ്പം പവറിംഗ് ഇന്ത്യാസ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഈ പവറിംഗ് ഇന്ത്യാസ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ആർട്ടിക്കിള് ഇന്ത്യയുടെ പവർ സെക്ടറിൽ വരുത്തേണ്ട കുറെ റിഫോംസിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ഇപ്പം ഒരു സമയത്ത്, അതായത് 2014 മോഡി ഗവൺമെന്റ് ഒക്കെ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ 20,000 വില്ലേജസിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. അത് കാര്യം ഞാൻ അന്നും ഈ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ 20,000 വില്ലേജസിൽ ആഫ്റ്റർ ഗെറ്റിംഗ് ഫ്രീഡം India actually made substantial progress in many of the fields, but you think about 2014 means after gaining freedom എത്ര വർഷം പാസ് ചെയ്യും? ഏതാണ്ട് ഒരു 67 വർഷം കണ്ട പാസ് ചെയ്യും അല്ലെ 2014 ആകുമ്പോൾ. പക്ഷെ അപ്പോഴും ഇന്ത്യയിൽ ഇതില്ല, ഇലക്ട്രിസിറ്റി ഇല്ല ഇന്ത്യയിലെ 20,000-ഓളം വില്ലേജസിൽ. അപ്പൊ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടി ഈ മോദി ഗവൺമെന്റ് ഒരു സ്കീം കൊണ്ടുവന്നു. ആ സ്കീമിന്റെ പേര്, ആദ്യം വില്ലേജസ് എല്ലാം ഇലക്ട്രിഫൈ ചെയ്യണം. വില്ലേജസ് ഇലക്ട്രിഫൈ ചെയ്താലേ വീടുകളിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കാൻ പറ്റൂ. വില്ലേജസ് ഇലക്ട്രിഫൈ ചെയ്യാൻ വേണ്ടി ഒരു സ്കീം കൊണ്ടുവന്നു. അതിന്റെ പേര് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന എന്നാണ്. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന, ഗ്രാം ജ്യോതി യോജന എഴുതിയിടാൻ കുറെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ദീൻ ദയാൽ, അത് ആ സ്കീമിന്റെ പേര് നീ പറയുന്നില്ല. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന. ഈ സ്കീം വഴി വില്ലേജസ് ഇലക്ട്രിഫൈ ആണ്. 2018 സ്കീം കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ആ സ്കീമിനെ കുറിച്ച് കേൾക്കാറില്ല. കാര്യം ആ സ്കീം വാസ് കംപ്ലീറ്റഡ് ഇൻ 2018 itself. After that, government's focus was to give electricity to each and every household. അതിനുവേണ്ടി ഒരു സ്കീം കൊണ്ടു. അതിന്റെ പേരൂടെ പറഞ്ഞു. അതിന്റെ പേര് സൗഭാഗ്യ എന്നാണ്. സൗഭാഗ്യ ഇവിടെ എവിടെയോ ഉണ്ട് ആ സ്കീമിന്റെ പേര്. ഞാൻ ഇന്ന് രാവിലെ വായിച്ചപ്പോ കണ്ടായിരുന്നു. സൗഭാഗ്യ എവിടെ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. അതാ ഇവിടെ ഉണ്ട് സൗഭാഗ്യ സ്കീം. ഈ സൗഭാഗ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഷൻ സഹജ് ബിജലി ഹർ ഘർ യോജന എന്നാണ്. സഹജ് ബിജലി ഹർ ഘർ യോജന, എല്ലാ വീട്ടിലും ഇലക്ട്രിസിറ്റി. ഹർ ഘർ എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും. അപ്പൊ അതുവഴി എല്ലാ വീട്ടിലും ഇലക്ട്രിസിറ്റി ഏതാണ്ട് കൊടുത്തു കഴിഞ്ഞു. 97% വീടുകളിലും ഇലക്ട്രിസിറ്റി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ,
അപ്പൊ അതുവഴി പിന്നെ ഈ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് എന്ന് പറഞ്ഞ കമ്പനീസിനെ ഡിസ്കോംസ് എന്നാ പറയുന്നത്. നമ്മളെ കേരളത്തിൽ അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും ജനറേഷൻ കമ്പനിയും എല്ലാം ഒന്ന് തന്നെയാണ്, അത് KSEB ആണ്. പക്ഷെ പല സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല, പവർ പ്രൊഡക്ഷൻ കമ്പനീസ് ഡിഫറെന്റ് വൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ഡിഫറെന്റ് വൺ. അപ്പൊ അങ്ങനെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിനാണ് ഡിസ്കോംസ് എന്ന് പറയുന്നത്. അവര് വേരിയസ് റീസൺസ് കൊണ്ട് ഒരുപാട് ലോസസ് നേരിട്ട ആൾക്കാരാണ് ഡിസ്കോംസ്. ഈ ഡിസ്കോംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിന്റെ ലോസസ് അലിവിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാക്സിമം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു സ്കീം കൊണ്ടുവന്ന അതിന്റെ പേരാണ് ഉദയ്. അതിന്റെ കാര്യം ഇത് പറയുന്നില്ല, പക്ഷേ ഡിസ്കോംസിന്റെ കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഉദയുടെ എക്സ്പാൻഷൻ ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന, ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന, അതൊക്കെ പഠിക്കണം. അതൊക്കെ ഇപ്പോഴും ഉള്ള സ്കീംസ് ആണ്. ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന. അതുവഴി ഡിസ്കോംസിന്റെ ഡെറ്റ്, കടം, പല ഡിസ്കോംസ് പൂട്ടിപ്പോന്നുള്ള അവസ്ഥയായിരുന്നു, നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റി. അവരുടെ ഡിസ്കോംസിന്റെ ഒക്കെ ലോസ് ഒക്കെ എത്ര പെർസെന്റേജ് ഇവിടെ കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഏതാണ്ട് 15% വരെ ഒക്കെ ഉള്ളൂ ഇപ്പൊ ലോസ് അവരുടെ മൊത്തം അസറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ആദ്യം അവര് കടത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഓവറോൾ ഇന്ത്യയുടെ എനർജി സെക്ടർ ഈസ് ഇംപ്രൂവിംഗ് വാസ്റ്റ്ലി ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 1 decade. അതാണ് ഇത് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ ആനുവൽ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ രാജ്യം ഭയങ്കര എക്കണോമിക് ഗ്രോത്ത് നേടുന്നതുകൊണ്ട് 7 to 9% റേറ്റിലൊക്കെ നമ്മളുടെ ആനുവൽ പവർ റിക്വയർമെന്റ് കൂടിക്കൊണ്ടിരിക്കുക. ഇതിന്റെ കൂടെ എന്ത് സംഭവിക്കും? ഇതാണ് നോർമൽ പവർ റിക്വയർമെന്റ്. ഇതിന്റെ കൂടെ ഭയങ്കരമായിട്ടുള്ള ക്ലൈമറ്റിക് ചേഞ്ചസ് ഉണ്ടാവും. ഡ്യൂ ടു ദാറ്റ് ഗ്ലോബൽ വാർമിംഗ് ഈസ് ടേക്കിംഗ് പ്ലേസ് ആൻഡ് ഹീറ്റ് വേവ്സ് ആർ ഹാപ്പനിങ് ഓൾ അറൌണ്ട് ഇന്ത്യ, എസ്പെഷ്യലി നോർത്തേൺ ഇന്ത്യ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ 79% ആയിരിക്കത്തില്ല ഇലക്ട്രിസിറ്റിയുടെ ഇൻക്രീസ്, ആ ഒരു റിക്വയർമെന്റ് വരുന്നത്, അതിനേക്കാളും എക്സ്പോണൻഷ്യലി കൂടും. കാര്യം എന്താണ്? ഈ ഹീറ്റ് വേവ്സ് ഒക്കെ ലോങ് ടൈമിൽ പെർസിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ സംഭവിക്കും. അപ്പൊ അതനുസരിച്ച് പവർ ജനറേഷൻ ചെയ്യാൻ ഇപ്പൊ ഇന്ത്യ ഭയങ്കരമായിട്ട് പവർ പ്രൊഡക്ഷൻ ഒക്കെ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മളുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാനുള്ള ആ ഒരു പവർ കപ്പാസിറ്റി ഇനിയും ഇത്രയും പോരാ, ഇനിയും ഇൻക്രീസ് ചെയ്യണമെന്നാണ് കാര്യം. ഇപ്പൊ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ റിന്യൂവബിൾ എനർജി സെക്ടറാണ്. റിന്യൂവബിൾ എനർജി സെക്ടറാണ്. ഈ റിന്യൂവബിൾ എനർജി സെക്ടറിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തേക്കുന്ന ഒരു പ്രോമിസ്, ബൈ 2030 ഏറൊക്കെ പഠിച്ചത്, ബൈ 2030 ഇന്ത്യ വിൽ പ്രൊഡ്യൂസ് 500 gigawatt ഓഫ് പവർ ഫ്രം റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. Most probably we will hit that target also. Even if we hit that target, then also we will face substantial gap between our requirement and production. അത് അച്ചീവ് ചെയ്താൽ പോലും അത് നീ പറയുന്നുണ്ട്. അപ്പം ഈ നമ്മളുടെ പവർ ജനറേഷൻ മിക്സിൽ ഇപ്പോഴും 13% എന്തുള്ളൂ, റിന്യൂവബിൾ എനർജി സോഴ്സസിന്റെ കമ്പോണന്റ് ഉള്ളൂ. അപ്പൊ ഈ 500 gigawatt ഒന്നും പോരാ, നമ്മൾ അതിനേക്കാളും ഒരുപാട് ഇൻക്രീസ് ചെയ്യണമെന്നാണ് നമ്മളുടെ പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, എസ്പെഷ്യലി ഫ്രം റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്ന്. അതൊക്കെ ഇത് പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ടോട്ടൽ പവർ, നമ്മൾ ആകെപ്പാടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ക്യുമുലേറ്റീവ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 144 gigawatt ആണ്. ഈ ഒരു 128 gigawatt അണ്ടർ പ്രൊഡക്ഷൻ ആണ്. അതായത് അണ്ടർ പ്രൊഡക്ഷൻ അല്ല, അണ്ടർ എന്താ പറയുന്ന ഈ ഇൻസ്റ്റലേഷൻ ആണ്. ഈ സോളാർ പാനൽസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ വലിയ വലിയ സോളാർ പവർ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി. അതും കൂടെ ചേരുമ്പോൾ ഏതാണ്ട് 300 കൂടുതൽ ജിഗാവാട്ട് നമുക്കൊരു 2025-26 ഒക്കെ ആകുമ്പോഴത്തേക്ക് കപ്പാസിറ്റി ആവും. പക്ഷെ ചൈന കഴിഞ്ഞ ഒരു വർഷം മാത്രം നോക്കിയാൽ 300 gigawatt സോളാറിൽ നിന്നും വിൻഡിൽ നിന്നും കൂടെ ഉത്പാദിപ്പിച്ചു ഒരു വർഷം കൊണ്ട്. അപ്പൊ അവരൊക്കെ ആ ഒരു ഫീൽഡിൽ ഭയങ്കര വലിയൊരു ഇൻക്രീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് നല്ല സബ്സ്റ്റാൻഷ്യൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ആ ഒരു ലോറൽസിൽ നമ്മൾ മയങ്ങി ജീവിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഇനിയും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അപ്പം ഈ അങ്ങനെ ഇന്ത്യയുടെ പവർ പ്രൊഡക്ഷൻ സിനാരിയോ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ സെല് ചെയ്യുമ്പോഴത്തേക്ക് കമ്പനീസിനും അത് പ്രോഫിറ്റബിൾ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഡിജിറ്റലൈസേഷനൊക്കെ ഈ ഫീൽഡിൽ കൊണ്ടുവരേണ്ട ആവശ്യകതയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രിക് മീറ്റർ, ഇപ്പൊ കേരളത്തിലൊക്കെ എല്ലാ വീടുകളിലും ഡിജിറ്റൽ ഇലക്ട്രിക് മീറ്റർ. പക്ഷെ ആ ഒരു ഫീൽഡിൽ ഭയങ്കര ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയ ഇന്ത്യയിലെ പല പുവർ സ്റ്റേറ്റുകളുണ്ട്. ബീഹാറിലൊക്കെ ഈ ഇലക്ട്രിക് മീറ്ററിന്റെ കാര്യത്തിൽ ഭയങ്കര ഡിജിറ്റലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ മില്യൺസ് ഓഫ് ഹോംസ് ഇൻ ഇന്ത്യ ആർ നോട്ട് യൂസിങ് ഡിജിറ്റൽ ഇലക്ട്രിക് മീറ്റേഴ്സ്. അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഉണ്ടാകുന്ന ലോസ്, അതൊക്കെ നീ പറഞ്ഞത്. അതുകൊണ്ട് ഡിജിറ്റലൈസേഷൻ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മളുടെ പവർ സെക്ടറിന്റെ ഇംപ്രൂവ്മെന്റ് അതെല്ലാം ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ പേജില് ഹസീനാസ് പാരഡോക്സിക്കൽ റൂൾ
എക്കണോമിക് പ്രോഗ്രസ് ഡെമോക്രാറ്റിക് റിഗ്രഷൻ എന്നൊരു ആർട്ടിക്കിളാണ്. ഞാൻ ഇത് ഹിന്ദുവിന്റെ ഫസ്റ്റ് പേജിൽ തുടങ്ങാഞ്ഞത് കൊണ്ട് പറയാൻ പറ്റാതെ പോയ, അല്ലെങ്കിൽ ആ പേജിലേക്ക് പോകുമ്പോൾ മാത്രം പറയാൻ ഇരുന്ന ഒരു ന്യൂസ്. നമ്മളെ ഏറ്റവും വലിയ ഫ്രണ്ട് നമ്മളുടെ ഇപ്പൊ ഇന്നലെ ഞാൻ മലയാളികൾ പൊതുവെ ആന്റി മോഡി ആയതുകൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെയുള്ള കമന്റ്സ് ഞാൻ മനോരമയുടെയും മാതൃഭൂമിയുടെ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസിന് താഴെ കണ്ടു. ഒത്തിരി മലയാളികൾ ഷെയ്ഖ് ഹസീനയുടെ പതനത്തിൽ സന്തോഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഒക്കെ പ്രശ്നം കൊണ്ടായിരിക്കും ഷെയ്ഖ് ഹസീന ഒരു BJP-കാരിയെ കാണുന്ന പോലെയാണ് പലരും ഇവിടെ കാണുന്നത്. പക്ഷെ അത് വലിയ തെറ്റിദ്ധാരണയാണ്, നമ്മളെ മണ്ടത്തരത്തിന്റെ അങ്ങേയറ്റമാണ്. കാരണം ഷെയ്ഖ് ഹസീന Sheikh Hasina was the Prime Minister of Bangladesh, and she is the longest ruling Prime Minister of Bangladesh. And ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആളാണ്. ആൻഡ് ഇപ്പം ഷീസ് നോട്ട് എ റൂളർ, ഐ നോ ദാറ്റ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റും. ഷീ ഈസ് ദ ലോങ്സ്റ്റ് സെർവിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് എ കൺട്രി എനിവെയർ ഇൻ ദ വേൾഡ് ഫ്രം ദ വിമൻ കമ്മ്യൂണിറ്റി എന്നുള്ള ഏറ്റവും കൂടുതൽ കാലം ഒരു രാജ്യത്തിന്റെ തലപ്പത്തിരുന്ന ആള് അവരാണ്. ഓൾ അറൌണ്ട് ദ വേൾഡ് നോക്കിയാലും കാര്യം ഏതാണ്ട് ഒരു 10-20 വർഷം, ഇപ്പൊ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് തന്നെ 15 വർഷം വരെ ഇരുന്നു, പിന്നെ മുമ്പ് ഒരു 5 വർഷം ഇരുന്നു. ഏതാണ്ട് 20 years അവർ ആ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട്. വേറെ ഒരു രാജ്യത്ത് അങ്ങനെ അത്രയും കാലം ഒരു സ്ത്രീ ഇരുന്നിട്ടില്ല. അപ്പൊ ഇവര് കൊണ്ട് ഇന്ത്യക്ക് ഒരുപാട് ഗുണമാണ്. ഇവരിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് 15 years അവിടെ ഇരിക്കുമ്പോൾ നമ്മള് മോഡിയുടെ പീരീഡിൽ മാത്രമല്ല അവരിരുന്നത്. മോഡി ഇപ്പൊ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് 10 വർഷമല്ലേ ആയുള്ളൂ. അതിന് മുമ്പ് 5 വർഷം അവർ ഇന്ത്യയുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ആയിരുന്നു. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്താണ് അവരും ഇന്ത്യയും ചേർന്ന് ടീസ്റ്റ റിവർ വാട്ടർ ഷെയറിംഗ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. ടീസ്റ്റ റിവർ വാട്ടർ ഷെയറിംഗ്, ടീസ്റ്റ എന്ന് പറഞ്ഞ റിവർ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന റിവറാണ്. അപ്പൊ അതിലെ വെള്ളം ഷെയർ ചെയ്യാൻ വേണ്ടി ടീസ്റ്റ റിവർ വാട്ടർ ഷെയറിംഗ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഷെയ്ഖ് ഹസീന പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ ഷീ വാസ് ദ good friend of India, whether it is being governed by Narendra Modi or any other prime minister from Congress or any X or Y party. അപ്പൊ അവർ ഇന്ത്യയുടെ ഫ്രണ്ടാണ്, ട്രൂ ഫ്രണ്ട്. അത് ഈ BJP ഭരിക്കുമ്പോൾ മാത്രമല്ല. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ലാൻഡ് ബോർഡർ ഉള്ളത് ബംഗ്ലാദേശാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബംഗ്ലാദേശായിട്ടാണ് GK ക്വസ്റ്റ്യൻ ആണത് എക്സാമിനൊക്കെ ചോദിക്കുന്നത്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ലാൻഡ് ബോർഡർ ഉള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ a lot of intruders are coming to India through illegal means. Intruder എന്ന് പറയുമ്പോൾ തന്നെ illegal means ആയിരിക്കുമല്ലോ. And a lot of Indian insurgents, after carrying out an attack inside India, they used to infiltrate or they used to escape to Bangladesh, and they were provided with safe havens during the rule of other politicians in Bangladesh. Once Sheikh Hasina came to power in Bangladesh, she started to stop that trend, and she strictly എന്താ പറയുന്ന ഇവരെ നേരിട്ടു. ഈ പറഞ്ഞ ഈ ആസാമിൽ നിന്നൊക്കെയുള്ള ഉൾഫയുടെ തീവ്രവാദികളൊക്കെ ഇവിടെ നിന്ന് ഓരോ പോക്രത്തരങ്ങൾ കാണിച്ചിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ ബംഗ്ലാദേശിന്റെ സേവനം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനെ ആ ആസ്പെക്റ്റിലേക്ക് കാണാവുള്ളൂ, അല്ല മോഡിയുടെ സുഹൃത്തുള്ള രീതിയിൽ കണ്ടിട്ട് അവരെ തെറി വരുന്നതിൽ അർത്ഥമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ സത്യത്തിൽ അവരുടെ ഡെമോക്രസി അവര് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഡെമോക്രസിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവര് പ്രൊട്ടസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര സ്റ്റേൺ ആയിട്ട് നേരിട്ടിട്ടുണ്ട്. അത് മാത്രമാണ് അവരുടെ ഒരു പരാജയം എന്നാണ്, അവരുടെ ഒരു തെറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലെങ്കിൽ ബംഗ്ലാദേശ് ഒരു അവികസിത രാജ്യമായിരുന്നു, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി ആയിരുന്നു, LDC ആയിരുന്നു. ആ ബംഗ്ലാദേശ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി ആയിരുന്ന ബംഗ്ലാദേശ് ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് മാറിയത് അണ്ടർ ഹെർ സ്റ്റുവാർഡ്ഷിപ്പ് ആണ്. നൗ ബംഗ്ലാദേശ് ഈസ് വിറ്റ്നസിംഗ് ബിഗ് എക്കണോമിക് പ്രോഗ്രസ്. Now it is a developing nation, and Bangladesh made big strides in many areas, and they are ahead of India in per capita income. ഇന്ത്യക്കാൾ മുന്നിലാണ് per capita ഇൻകത്തിന്റെ കാര്യത്തിൽ ബംഗ്ലാദേശ്. അതുപോലെ അവര് പെർ ക്യാപിറ്റൽ ഇൻകം മാത്രമല്ല, എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഇൻഡെക്സുകൾ നമ്മൾ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. അതൊക്കെ അതിലെല്ലാം അവർ ഇന്ത്യക്കാൾ മുന്നിലാണ്. അവരുടെ ടെക്സ്റ്റൈൽ സെക്ടർ വേൾഡ് ക്ലാസ് ആണ്. ടെക്സ്റ്റൈൽ സെക്ടർ വേൾഡിലെ ഏറ്റവും മികച്ച കമ്പനീസ് എല്ലാം ടെക്സ്റ്റൈൽ പ്രൊഡക്ഷനിൽ ഇപ്പൊ ബംഗ്ലാദേശിലേക്ക് വരുന്നത്. അങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും ബംഗ്ലാദേശിന് ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഭരണാധികാരിയാണ് ഷെയ്ഖ് ഹസീന. പ്രൊട്ടസ്റ്റേഴ്സിനെ നേരിട്ട രീതി, അപ്പം ഡെമോക്രസിയുടെ ആ ഒരു ആസ്പെക്ട്, അതൊരു ഓട്ടോക്രസി സ്റ്റൈലിലേക്ക് പോയി, അത് മാത്രമാണ് അവരുടെ മിസ്റ്റേക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ സന്തോഷിക്കുന്നത്, അപ്പം അവരൊരു BJP-കാരൊന്നും അല്ല നമ്മളതിൽ സന്തോഷിക്കാൻ. അങ്ങനെ അവരുടെ പാർട്ടിയുടെ പേര് അവാമി ലീഗ് എന്നാണ്. ഓക്കെ, അവരുടെ അച്ഛനായിരുന്നു ബംഗ്ലാദേശിന്റെ ഫൗണ്ടർ, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ നേഷന്റെ ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറയുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഇവരുടെ ഫാദർ ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇപ്പൊ ഈ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്രശ്നം വേറെ ഒന്നുമല്ല, ഇവരുടെ മണ്ടത്തരം കാണിച്ചു. നമ്മളെ ഇന്ത്യയിലെ റിസർവേഷൻ പോലെ അവിടെ റിസർവേഷൻ ഉണ്ട്. ഇന്ത്യയിൽ റിസർവേഷൻ എന്താണ്? സോഷ്യൽ ബാക്ക്വേർഡ്നെസിന്റെ അടിസ്ഥാനത്തിൽ OBCസിനും SC STക്കും ആണ്. അവരവിടെ ചെയ്തതെന്ന് വെച്ചാൽ
ഈ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കൾക്ക് റിസർവേഷൻ കൊടുത്തു. അത് അറൌണ്ട് 50% റിസർവേഷൻ കണ്ട. അങ്ങനെ കൊടുത്തു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ കുറെ സപ്പോർട്ടേഴ്സ് എപ്പോഴും അധികാരത്തിൽ ബ്യൂറോക്രസിയിൽ വരും. അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്തത്. അത് വലിയ തെറ്റായിപ്പോയി. അതിൽ നിന്നാണ് ഈ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ ഈ അടുത്ത പേജിൽ പോകുമ്പോൾ ഓൺ ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഓഫ് ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. ഈ ആൽക്കഹോളിന്റെ ഡോർ സ്റ്റെപ്പ് ഡെലിവറി സ്വിഗ്ഗിയും സൊമാറ്റോയൊക്കെ വഴി കേരളത്തിൽ ഉൾപ്പെടെ മിക്കവാറും ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഗുണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ എക്സൈസ് ഡ്യൂട്ടി ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. അത് ഒരു മിക്കവാറുള്ള എല്ലാ ഗവൺമെന്റുകളുടെയും മൊത്ത റവന്യൂവിന്റെ 1/4 വരുന്നത് ഈ മദ്യത്തിൽ നിന്നാണ്. അപ്പൊ ആ റവന്യൂ കൂടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ട്രാഫിക് പ്രോബ്ലംസ്, റോഡ് ആക്സിഡൻസ്, ഈ ലിക്കറൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ പലരും അത് കഴിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ആ റോഡ് ആക്സിഡൻസ് വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യുമ്പോൾ അതൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്നാണ്. പിന്നെ ട്രാഫിക് കൺജഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ വിമൻ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ട്, വിമൻ. അപ്പൊ അവർക്കെതിരെയുള്ള സോഷ്യൽ സ്റ്റിഗ്മ, അവർ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ട് കൊടുക്കുമെങ്കിൽ ആ ഒരു പ്രോബ്ലം ഒക്കെ, ഈവൻ വിമൻ വയലൻസിന് വരെ, വിമൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലുള്ള വയലൻസിന് വരെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. പക്ഷെ എതിർക്കുന്നവർ പറയുന്നത് വെച്ചാല്, ഈ ഒന്നാമത്തെ കാര്യം ഇവരുടെ വരുമാനം കൂടും. സത്യമാണ്, വരുമാനം കൂടും. പക്ഷെ വരുമാനം കൂടുമ്പോൾ ഇതുകൊണ്ടുണ്ടാവുന്ന ഈ ആൽക്കഹോൾ കൺസംഷൻ കൊണ്ടുണ്ടാവുന്ന ഗവൺമെന്റിന് അതിന്റെ ചെലവുണ്ടല്ലോ, അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസിക്വൻസ് മൂലം ഉണ്ടാകുന്ന ചെലവ് ലക്ഷക്കണക്കിന് കോടിയാണ്. അത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 5 ഇരട്ടിയാണ് അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്നാണ് പറയുന്നത്, സ്റ്റഡി പറയുന്നത്. അതിന്റെ ഒരു കണക്കൊക്കെ അവർ ഇത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നാണ്. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അത് ജസ്റ്റ് വായിച്ചു നോക്കുക. പിന്നെ താഴോട്ട് വരെ വൈ വാസ് കസ്റ്റം ഡ്യൂട്ടി ഹൈക്ക് ഇമ്പോസ്ഡ് ഫോർ ലാബ് കെമിക്കൽസ്. ഇത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഇത് ഓൾറെഡി ഗവൺമെന്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ വിത്ഡ്രോ ചെയ്തു. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ലാബ് കെമിക്കൽസിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി 10% ആയിരുന്നത് 150% ആയിട്ട് കൂട്ടി. അത് പക്ഷേ ഭയങ്കര വിവാദമായി. അങ്ങനെ അത് കുറച്ച് വീണ്ടും പഴയ 10% ആക്കി അത് വിത്ഡ്രോ ചെയ്തതാണ്. ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനവർ പറയുന്ന കാര്യം, ഇത് ലാബ് കെമിക്കൽ ആണെന്ന് പറഞ്ഞ് ഈഥയിൽ ആൽക്കഹോൾ കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈഥയിൽ ആൽക്കഹോൾ ആണ് പലപ്പോഴും മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് ഈ ഇടയ്ക്ക് ഹൂജ് ട്രാജഡി, മദ്യ ദുരന്തമൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കാനാണെന്നാണ് പറയുന്നത് ഇങ്ങനെ കൂട്ടിയത്. പക്ഷെ എന്തായാലും ഇതിപ്പോ ഇല്ല, അതുകൊണ്ട് അത് ഡിസ്കസ് ചെയ്യണ്ട. ഇനി അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന്റെ 5th ആനിവേഴ്സറി ആണ് ഇപ്പം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. ആർട്ടിക്കിൾ 370 വാസ് given to Jammu and Kashmir during the period of Jawaharlal Nehru, and so they enjoyed some special rights among the Indian states. Jammu and Kashmir only enjoyed some special rights. Even Jammu and Kashmir had a separate constitution, different from the Constitution of India. അതെല്ലാം കിട്ടിയത് ആർട്ടിക്കിൾ 370 മൂലമാണ്. ഇപ്പൊ അതെല്ലാം മാറ്റി ഇപ്പം ഇന്ത്യയിലെ മറ്റേത് സ്ഥലത്തെയും പോലെ ആക്കി ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോ അതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ മുകളിലുള്ള GST ഇപ്പൊ അത് 18%. അത് എടുത്ത് കളയണമെന്ന് ഭയങ്കര ആവശ്യം വരുന്നുണ്ട്. ചിലപ്പോൾ അതെടുത്ത് മാറ്റിയേക്കും. ഹെൽത്ത് ഇൻഷുറൻസിന്റെ മുകളിൽ GST യഥാർത്ഥത്തിൽ പിരിക്കാൻ പാടില്ലാത്തതാണ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ മുകളിൽ GST. ഇവിടെ ഒരു കാര്യം പറയാണ്ട്, NPA ഓൺ മുദ്ര ലോൺസ് ഹാവ് കം ഡൗൺ ഇൻ 2023-24 സൈസ് നിർമ്മല സീതാരാമൻ. മുദ്ര ലോൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസിയാണ് മുദ്ര is actually a loan without collateral security. If you are having a project, you can go to a bank and submit that project to that bank manager or any other bank authority. You can ask for a loan to implement that project under this Mudra loan scheme. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൊളാറ്ററൽ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും you will be entitled for an amount of 20 lakhs rupees without any collateral. 20 ലക്ഷം രൂപ വരെ ഒരു കൊളാറ്ററലും കൊടുക്കാതെ കിട്ടും ഈ ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനും നിങ്ങൾക്ക് അങ്ങനെ അതുവഴി ഒരു ഓൺട്രപ്രണർ ആവുന്നതിനും. അതാണ് മുദ്ര സ്കീം എന്ന് പറയുന്നത്. അപ്പൊ കൊളാറ്ററൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരിച്ചടവ് മുടങ്ങിയാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ NPA ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ. എന്നാലും ഞാൻ പറഞ്ഞു NPA എന്താണ്? NPA is non performing asset. Once we take a loan from a bank and we are not repaying that loan for minimum 90 days. After 90 days, that bank will classify your loan as NPA, non-performing asset. അപ്പൊ അത് കുറച്ച് കൂടുതലായിരുന്നു മുദ്രയുടെ അണ്ടർ കേസിൽ. പക്ഷെ അതിപ്പോ കുറഞ്ഞതാണ്, NPA, non-performing asset. അപ്പൊ അതും അവിടെ കാണാം. പിന്നെ താഴോട്ട് വരുമ്പോ JP നദ്ദ, ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവിടെ കാണാം. പിന്നെ
അടുത്ത പേജിൽ പോകുമ്പോൾ ബംഗ്ലാദേശിലെ പ്രോബ്ലംസിനെ കുറിച്ച് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. BSFന് അതിൽ വലിയ റോളുണ്ട്. കാര്യം BSF ഞാൻ നേരത്തെ പറഞ്ഞു ബംഗ്ലാദേശിനാണ് ഇന്ത്യയായിട്ട് ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പ്രൊട്ടക്ട് ചെയ്ത BSF ആണ്. അപ്പൊ ഇപ്പൊ ബംഗ്ലാദേശിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലേക്ക് ചിലപ്പം ഈ ഇല്ലീഗൽ മൈഗ്രൻസിന്റെ ഒക്കെ വരവ് കൂടും. അപ്പൊ അതുകൊണ്ടാണ് BSF കൂടുതൽ കോഷ്യസ് ആയി. അതിനെ കുറിച്ചൊക്കെ ഉള്ള ന്യൂസ് കാണാം. അതിനടുത്ത പേജിൽ പോകുമ്പോ ഈ പേജിൽ ഒന്നും പറയല്ല കേട്ടോ. ഈ പേജിൽ എല്ലാം പൊളിറ്റിക്സ് ആണ്. ആ പേജ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ബിസിനസ് പേജിൽ നമ്മൾ നോക്കിയാൽ ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര ക്രാഷ് ആയിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയിൽ ക്രാഷ് ആയതിന്റെ 3 ഇരട്ടി 4 ഇരട്ടി മറ്റ് പല രാജ്യങ്ങളിലും. നമ്മളുടെ ജപ്പാന്റെ ഒക്കെ ടോക്കിയോയിലെ നിക്കി, ജപ്പാനിലെ ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സിനാണ് നിക്കി എന്നറിയപ്പെടുന്നത്. നിക്കിയൊക്കെ ഇന്ത്യയുടെ 5 ഇരട്ടി ക്രാഷ് ആയി. ഇതിന്റെ കാരണം വേറൊന്നുമല്ല, അമേരിക്കയുടെ എക്കോണമി റിസഷനിലേക്ക് പോകുന്നു. റിസഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്കണോമി കോൺട്രാക്ട് ചെയ്യുന്നതിനാണ് റിസഷൻ എന്ന് പറയുന്നത്. അമേരിക്കയുടെ എക്കോണമി റിസഷനിലേക്ക് പോകുമെന്നുള്ളൊരു ഭയം, റിസഷനിലേക്ക് പോയെന്നുള്ളൊരു ഭയം, അവിടെ നിന്ന് വരുന്ന പല സിഗ്നൽസും അങ്ങനെയാണ് നമുക്ക് തരുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഈ ഇംപ്രഷൻ മതി സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവാൻ. സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം ക്രാഷായി. ഇന്ത്യയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആയ സെൻസെക്സും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആയ നിഫ്റ്റിയും എല്ലാം ഇന്നലെ ക്രാഷായി. അതിനെ കുറിച്ചാണ്. പിന്നെ PMI കുറിച്ച് ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്, ദാറ്റ് ഇസ് എ പ്രൈവറ്റ് ഇൻഡെക്സ് ടു മെഷർ ദ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഇൻ ഇന്ത്യ. അതിൽ മാനുഫാക്ചറിംഗിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ഇൻഡെക്സ് ഉണ്ട്, സർവീസസിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇൻഡെക്സ് ഉണ്ട്. അതാണ് PMI സർവീസസിന്റെ ഉണ്ട്, PMI മാനുഫാക്ചറിംഗിന്റെ ഉണ്ട്. പിന്നെ ഇവിടെയുള്ള ന്യൂസുകളെല്ലാം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മാത്രം ന്യൂസുകളാണ്. അതുകൊണ്ട് വലിയ ആവശ്യമില്ല. സെബി അറിയാലോ, ഷെയർ മാർക്കറ്റിന്റെയും കമോഡിറ്റി മാർക്കറ്റിന്റെയും റെഗുലേറ്റർ ആണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. AMC എന്താണെന്ന് പറഞ്ഞിരിക്കുക? അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്. AMC എന്താണ്? അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്. സെബിയുടെ ചീഫ് മാധബി പുരി ബുച്ച് ആണ്. മാധബി പുരി ബുച്ച് സെബിയുടെ ഫസ്റ്റ് വുമൻ ചീഫ് ആണ്. മാധബി പുരി ബുച്ച്. സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്റർനാഷണൽ പേജിൽ ബംഗ്ലാദേശിലെ പ്രോബ്ലം തന്നെയാണ് വളരെ പ്രോമിനന്റ് ഹെഡ്ലൈൻ ആയിട്ട് വന്നേക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അതിന്റെ അസോസിയേറ്റഡ് ന്യൂസുകളും അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. പിന്നെ ഇസ്രായേൽ ഹമാസ് പ്രോബ്ലംസിനെ കുറിച്ചും ഒക്കെ ഉള്ള ന്യൂസുകൾ അവിടെ കാണാം. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്ററാണ് ഷഹബാസ് ഷെരീഫ്. യുക്രൈന്റെ പ്രസിഡന്റ് റെസെപ് തായിബ് എർദോഗാന്റെ ഒരു സ്റ്റേറ്റ്മെന്റും കാണാം. റെസെപ് തായിബ് എർദോഗാൻ, യുക്രൈന്റെ അല്ല, സോറി, ടർക്കിയുടെയാണ്. യുക്രൈൻ എന്ന് പെട്ടെന്ന് ആയിപ്പോയതാണ്. യൂറോപ്പിലെ ഒരേ ഒരു മുസ്ലിം മെജോറിറ്റി നേഷനാണ് ടർക്കി. ടർക്കിയുടെ പ്രസിഡന്റ് ആണ് റെസെപ് തായിബ് എർദോഗാൻ. ഇനി സ്പോർട്സ് പേജിൽ പോകുമ്പോൾ ലക്ഷ്യ സെൻ മെഡൽ ചെറിയൊരു വ്യത്യാസത്തിൽ ഇന്നലെ ബ്രോൺസ് മെഡൽ നഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ ഹോക്കിയിലെ മാച്ചാണെന്ന്, ജർമ്മനിക്കെതിരെ സെമിഫൈനൽ മാച്ചാണ്. അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ. പിന്നെ ഒളിമ്പിക്സിലെ ഇന്ന് നീരജ് ചോപ്ര ഇന്ന് തൊട്ട് ഇറങ്ങി തുടങ്ങിയാണ് അത്ലറ്റിക്സിൽ. അദ്ദേഹം ഒരു ഷുവർ ഷോട്ട് മെഡൽ ആണെന്നാണ് നമ്മളുടെ വിശ്വാസം. പിന്നെ എല്ലാം നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതൊക്കെയാണ് സ്പോർട്സിൽ പറയാനുള്ളത്. പിന്നെ ഫ്രണ്ട് പേജിൽ വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഹസീന ക്വിറ്റ്സ് ഫ്ലീസ് ബംഗ്ലാദേശ്. ഒരു ബംഗ്ലാദേശിനെ പോയി, അല്ലെങ്കിൽ അവരാണെങ്കിൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. അവിടുത്തെ പ്രൊട്ടസ്റ്റേഴ്സ് അവർ ഇന്ത്യയിലുണ്ട് ഇപ്പം. പക്ഷെ ഇന്ത്യയിലായിരിക്കത്തില്ല, അവർ മിക്കവാറും ബ്രിട്ടനിൽ അഭയം തേടും എന്നാണ് പറയുന്നത്. തൽക്കാലം ഇപ്പൊ ഇന്ത്യയിലുണ്ട്. പിന്നെ LG can nominate 10 older men to Delhi Corporation rules AC. അത് വേറെ ഒന്നും അല്ല, ഈ നമ്മളുടെ ഗവർണറിന് മുമ്പ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നമ്മളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യായിരുന്നു. പ്രസിഡന്റിന് ഇപ്പോഴും നോമിനേറ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാരാ. ആർട്സ്, സയൻസ്, ലിറ്ററേച്ചർ അങ്ങനെയൊക്കെയുള്ള ഫീൽഡ്, സോഷ്യൽ സർവീസ്, ഈ 4 ഫീൽഡിൽ നിന്ന് പ്രസിഡന്റിന് ഇപ്പോഴും നോമിനേറ്റ് ചെയ്യാം. അതുപോലെ ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ഗവർണറിന് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻസിലേക്ക് ആൾഡർമെൻ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിന് ഇന്നലെ സുപ്രീം കോടതി ശരിവെച്ചു. അതാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇനിയുള്ള ന്യൂസുകൾ നമുക്ക് ആവശ്യമൊന്നുമില്ല. ഹേമന്ത് സോറൻ ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ ഒരു ന്യൂസ് ഉണ്ട്. കേദാർനാഥിലും ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ, കേദാർനാഥിൽ ക്ലൗഡ് ബസ്റ്റ് നടന്ന സ്ഥലമാണ്. കേദാർനാഥ് ഇതുപോലെ ഒരു എക്കോളജിക്കലി സെൻസിറ്റീവ് സോണാണ്. ഉത്തരാഖണ്ഡ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും. രുദ്രപ്രയാഗ് ഒക്കെ ഞാൻ പറഞ്ഞു ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ 1ാം സ്ഥാനത്തിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ കേദാർനാഥിലാണ് ഇപ്പൊ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായത്. അതിന്റെ ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത്. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് ആണ്. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്ററാണ്
രേവന്ത് റെഡ്ഡി. അപ്പം എല്ലാവരും വീഡിയോ കാണുക, കണ്ടതിന് ശേഷം വീഡിയോയിൽ നിങ്ങളുടെ കമന്റ്സ് പറയുക, അതുപോലെ പിന്നീട് ഷെയർ ചെയ്യുക, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.